ഞങ്ങൾ വാങ്ങിയ പുരയിടത്തിൽ കിണർ കുഴിക്കുന്നതിനായി വേനൽക്കാലമാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. മാർച്ച് മാസം സ്ഥാനം നിർണയിച്ച് കുഴിച്ചു തുടങ്ങിയ കിണറിൽ ഏപ്രിൽ മാസത്തോടുകൂടി വെള്ളം കണ്ടെങ്കിലും ഇടയ്ക്കിടെ ഉണ്ടായിരുന്ന ഉണ്ടപ്പാറകൾ തിമിരി വെച്ച് പൊട്ടിക്കേണ്ടതായി വന്നു. പണികളെല്ലാം പൂർത്തിയായ ശേഷം പുതിയ കിണറ്റിലെ വെള്ളം നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു തുടങ്ങും മുമ്പ് ഭൂമിക്കടിയിലുള്ള അദൃശ്യ ശക്തികളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി നടത്തുന്ന ചടങ്ങാണ് പൂതമൂട്ട് എന്ന് പറയുന്നത്. പൂതമൂട്ടിനായി തിരഞ്ഞെടുക്കുന്നത് പണികൾ കഴിഞ്ഞ ശേഷം ഒറ്റ സംഖ്യയായി വരുന്ന ഏതെങ്കിലും ദിവസങ്ങളാണ്. ഞങ്ങളുടെ കിണറ്റിൽ പൂതമൂട്ട് നടത്തിയത് പണികൾ കഴിഞ്ഞ ശേഷം 3-ാം ദിവസമാണ്. പൂതമൂട്ട് നിശ്ചയിച്ച ദിവസം പുതിയ കിണറ്റിലെ ജലം ഉപയോഗിച്ച് വൈകുന്നേരത്തോടുകൂടി പായസം വയ്ക്കുന്നു. ഈ പായസത്തിലേക്കായി കിണറിൻ്റെ പണികൾ തുടങ്ങിയപ്പോൾ മുതൽ കരുതിയിരുന്ന തേങ്ങയും ഉപയോഗിക്കുന്നു. അതിനോടൊപ്പം തന്നെ ചൂടിൽ നിന്ന് രക്ഷ നേടുവാൻ കിണറിന് ചുറ്റും കെട്ടിയിരുന്ന ഓലകളൊക്കെ മാറ്റി കിണറിൻ്റെ അരികുകൾ ഒരുക്കി വൃത്തിയാക്കുന്നു. പൂതമൂട്ട് സമയത്ത് കൊളുത്തേണ്ട പന്തം മറ്റൊരാൾ തയ്യാറാക്കിയെടുക്കുന്നു. സന്ധ്യാസമയം കഴിയുമ്പോൾ നിലവിളക്ക് തെളിയിച്ച് ഗണപതി ഒരുക്കം വെച്ച് മലദൈവങ്ങൾക്ക് വെറ്റ, പുകയില, അടയ്ക്ക, മദ്യം എന്നിവയും സമർപ്പിക്കുന്നു. ഇതിനോടകം തയ്യാറായ പായസം ഒരു കുട്ടയിൽ വെച്ച് ഒരു പന്തവും കൊളുത്തി കിണറ്റിലേക്ക് ഇറക്കി ഭൂതങ്ങൾക്കായി, അതായത് ഭൂഗർഭത്തിലെ ആ അദൃശ്യ ശക്തികൾക്കുള്ള നിവേദ്യമായി സമർപ്പിക്കുന്നു. കിണറിന് അടിത്തട്ടിലേക്ക് നൈവേദ്യം എത്തുമ്പോൾ കിണറിന് ചുറ്റും കർപ്പൂരവും സാമ്പ്രാണിയും കൊളുത്തുമ്പോൾ പൂതമൂട്ട് എന്ന ചടങ്ങ് കണ്ണിന് കുളിർമ നൽകുന്നു. അല്പസമയം നൈവേദ്യം കിണറിൻ്റെ അടിത്തട്ടിൽ സമർപ്പിച്ച ശേഷം തിരികെ കയറ്റി ആ പായസം ഏവർക്കും പ്രസാദമായി നൽകുന്നു.
പൂതമൂട്ട് നടത്തിയവർക്ക് മുണ്ടും തോർത്തും ദക്ഷിണയും നൽകുന്നതോടെ ചടങ്ങുകൾ അവസാനിക്കുന്നു. ഞങ്ങളുടെ കിണർ കുഴിച്ചവർ തന്നെയാണ് പൂതമൂട്ടും നടത്തിയത്.